പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ CPM-നെതിരെ പരാതി നൽകിയ RSS CPM-ന്റെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജില്ലാ കളക്ടർക്കും SP-ക്കുമാണ് പരാതി നൽകിയത്. സംഭവത്തിൽ സംഘർഷമുണ്ടാക്കാൻ CPM വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും RSS സമൂഹത്തിൽ ഭിന്നത വളർത്താനാണ് CPM ശ്രമിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, CITU പ്രവർത്തകരെ CPM പ്രവർത്തകർ തന്നെ കൊലപ്പെടുത്തുന്നു. അവസാനം ആ ആരോപണങ്ങളെല്ലാം RSSന്റെ മുകളിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മുകളിൽ വെച്ച് കെട്ടാനാണ് CPM-ന്റെ ശ്രമം. ഇതിനെതിരെയല്ല ഇപ്പോൾ RSS ജില്ലാ കളക്ടർക്കും SP-ക്കും പരാതി നൽകിയിട്ടുള്ളത്. മിഥുൻ മുരളി. വിനോദ്, RSS എന്ന മഹാപ്രസ്ഥാനത്തിനെതിരെ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് ഈ പെരുന്നാട്ടിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM വ്യാപകമായിട്ടുള്ള വസ്തുതാവിരുദ്ധ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. ഈ വ്യാജ പ്രചാരണങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടാണ് CPM RSS-ന് മേൽ അന്യായമായ ആരോപണങ്ങൾ നടത്തുന്നത്. സമൂഹത്തിൽ ഭിന്നിപ്പ് വളർത്താനേ ഇത് ഉപകരിക്കുകയുള്ളൂ. CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം അപകീർത്തികരമായിട്ടുള്ള RSS-നെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നടപടികൾ എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് RSS ജില്ലാ കളക്ടർക്കും SP-ക്കും പരാതി നൽകിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് RSS നേതൃത്വം ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന CPM-നെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പെരുന്നാട്ടിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. ഈ സംഘർഷത്തിൻ്റെ ബാക്കിയാണ് കൊലപാതകം. ഈ സംഘർഷം വാക്കുതർക്കത്തിലേക്ക് നയിക്കുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയുമായിരുന്നു. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം തർക്കമുണ്ടാകുന്നത്. പിന്നീട് ഇത് യുവാക്കൾ ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. ഈ കാര്യങ്ങൾ വ്യക്തമായി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വസ്തുത ഇതാണെന്നിരിക്കെ RSS-ന് മേൽ അപകീർത്തികരമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് RSS എന്ന മഹത്തായ ആ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ, കള്ള പ്രചാരണങ്ങൾ നടത്തുകയാണ് CPM-ന്റെ തലപ്പത്തുള്ള നേതൃത്വം. ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ഇവരെ ഇത്തരം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരം നടപടികളിൽ നിന്നും CPM-നെ പിന്തിരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ വ്യക്തമായി RSS ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അത് പ്രശംസനീയമാണ്. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചു. ഇത് പ്രശംസിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഈ പരാതിയിൽ RSS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും RSS എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് മേൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്ന അപകീർത്തികരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് RSS നേതൃത്വം ഇപ്പോൾ CPM-നെതിരെ ജില്ലാ കളക്ടർക്കും SP-ക്കും പരാതി നൽകിയിരിക്കുന്നത്. നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ പിന്തിരിപ്പിക്കപ്പെടേണ്ട നടപടികളാണ് CPM-ന്റെ തലപ്പത്തുള്ള നേതൃത്വത്തിൽ നിന്നും ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന ഈ പരാതിയിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയുള്ളൂ CPM-ന്റെ ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതോടെ. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത്. ഇത് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ എതിർപ്പ് ഉണ്ടാക്കുകയും ഭിന്നിപ്പ് ഉണ്ടാക്കുകയും സംഘർഷങ്ങൾക്കും മറ്റും കാരണമാക്കുകയും ചെയ്യുന്ന നടപടികളാണ് ഇത്തരം CPM-ന്റെ തലപ്പത്ത് നിന്നും നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ്, പിന്തിരിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പരാതിയിൽ. എന്തായാലും RSS കൃത്യമായി തന്നെ 2 ദിവസമായി RSS-ന് മേൽ ഉണ്ടാകുന്ന അപകീർത്തികരമായിട്ടുള്ള CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നടപടികൾക്കെതിരെ, അപകീർത്തികരമായിട്ടുള്ള പ്രചാരണങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ SP-ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നു. തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാതെ തങ്ങളുടെ അനുഭാവികളോ പ്രവർത്തകരോ യാതൊരു വിധത്തിലും ഇടപെടാത്ത ഒരു കേസാണെന്ന് BJP-യും ആവർത്തിച്ച് പറയുന്നു. RSS നേതൃത്വവും ഇത് തന്നെ ആവർത്തിച്ചു പറയുന്നു. തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ കുറ്റവാളികളൊന്നും തങ്ങളുമായി ബന്ധപ്പെട്ട ആരുമല്ല എന്ന് ഇരിക്കെ, അത് വാസ്തവമായി ഇരിക്കെ, ആ വാസ്തവത്തിന് വിരുദ്ധമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന CPM-നെതിരെ ഇപ്പോൾ RSS എന്ന മഹത്തായ ആ മഹത്തായ സംഘടനയ്ക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ RSS-ഉം ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കണം, CPM-നെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നു SP-ക്കും ജില്ലാ കളക്ടർക്കും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന 8 പ്രതികളിൽ, നിലവിൽ 8 പ്രതികളെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ 8 പ്രതികളിൽ 3 പേർക്കും CPM ബന്ധം തെളിയിക്കപ്പെട്ടതാണ്. 1-ാം പ്രതി നിഖിലേഷ് CITU പ്രവർത്തകനാണ്. ഇത് നിഖിലേഷിൻ്റെ അമ്മ സ്ഥിരീകരിച്ചതാണ്. ടിപ്പർ
തൊഴിലാളിയാണ് നിഖിലേഷ്. ടിപ്പർ വാങ്ങിച്ചതിന് ശേഷം ടിപ്പറിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് CA2വിൽ പ്രവർത്തിച്ചത് എന്ന് നിഖിലേഷിന്റെ അമ്മ മിനി വ്യക്തമാക്കിയതാണ്. മറ്റ് സംഘടനകളിലൊന്നും നിഖിലേഷ് തന്റെ ജീവിത കാലയളവിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നും നിഖിലേഷിന്റെ അമ്മ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം 4ാം പ്രതി സുമിത്ത് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വമുള്ള പ്രവർത്തകനായിരുന്നു. 7ാം പ്രതി മിഥുൻ മധുവും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വമുള്ള പ്രവർത്തകനായിരുന്നു. ഇങ്ങനെ CPMവുമായി ബന്ധമുള്ള സജീവ പ്രവർത്തകരായിരുന്ന ആളുകളാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇരിക്കെയാണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. BJP ഇതിനെതിരെ ശക്തമായി എതിർപ്പ് അറിയിച്ചുകൊണ്ട് പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും വ്യാജ പ്രചാരണങ്ങൾ CPMന്റെ പൊളിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ BJPയുടെ ജില്ലാ നേതൃത്വം നടത്തുകയും ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് BJPക്കെതിരെ നടത്തുന്ന ഈ വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ RSSനെതിരെ നടക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ RSSും അപകീർത്തി പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ നിയമപരമായി നീങ്ങിയിരിക്കുന്നു. പോലീസിലും കളക്ടർക്കും പരാതിയും നൽകിയിരിക്കുന്നു. വ്യക്തമാണ്. പെരുന്നാട്ടിലെ CA2 പ്രവർത്തകന്റെ കൊലപാതകത്തിൽ CPMനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് RSS. CPMന്റെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജില്ലാ കളക്ടർക്കും SP-ക്കുമാണ് പത്തനംതിട്ടയിൽ പരാതി നൽകിയിട്ടുള്ളത്. വാർത്തകൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.